ഹായ് ഓൾ, ലിക്ചർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് MCQ സീരീസ് സീസൺ 2 പാർട്ട് 7 ആണ്. ഇതിനോടകം തന്നെ നമ്മൾ 6 പാർട്ടുകൾ ഡീൽ ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ 1, 2 and 3 യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് വരുന്നതായ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായും നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് 7-ൽ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ സ്പെഷ്യൽ ക്രാഷ് ബാച്ചിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്റ്റഡി മെറ്റീരിയൽസ്, ക്രിസ്പ് ആൻഡ് ഫോക്കസ്ഡ് ആസ് വെൽ ആസ് മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ലഭ്യമാണ്. കൂടാതെ മുഴുവൻ സിലബസും കൃത്യമായ രീതിയിൽ ഫോക്കസ് ആൻഡ് കവേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ലഭിക്കുക. കൂടാതെ ഡൗട്ട് ക്ലിയറൻസ് പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കുന്നുണ്ട്. ഈ ക്രാഷ് ബാച്ചിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി താരതമ്യേന കുറഞ്ഞ ഫീസ് ഇനത്തിലാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ക്രാഷ് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് സ്ലൈഡിൽ നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. സോ കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി 7th പാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദ ഡാൻസ് ഓഫ് ഡെത്ത് പ്ലേ വാസ് റിട്ടൺ ബൈ. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പ്ലേ എഴുതിയത് ആരെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ആർ W.H. ഓഡൻ, എസ്ര പൗണ്ട്, ഫിലിപ്പ് ലാർക്കിൻ, ടെഡ് ഹ്യൂഗ്സ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് W.H. ഓഡൻ ആണ്. W.H. ഓഡൻ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്ലേ ആണ് ദി ഡാൻസ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെ ഈ ഒരു പ്ലേക്ക് പിന്നീട് നൽകിയൊരു പേരെന്ന് പറഞ്ഞാൽ നിഹലിസ്റ്റിക് ലെഗ് പുൾ എന്ന രീതിയിലാണ്. ഒരു നിഹലിസ്റ്റിക് ലെഗ് പുൾ എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു വർക്കിന് ഒരു വിശേഷണം നൽകിയെന്ന കാര്യം ആലോചിക്കാം. കൂടാതെ അദ്ദേഹത്തിന് പിന്നീട് വന്നൊരു പ്ലേ കൂടിയായിരുന്നു ദി ഡോഗ് ബിനീത്ത് ദ സ്കിൻ ഇൻ 1935. പ്ലേയുടെ പേര് ഒന്നും കൂടി ഞാൻ പറയാം. ദി ഡോഗ് ബിനീത്ത് ദ സ്കിൻ എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയൊരു W.H. ഓഡൻ്റെ തന്നെ മറ്റൊരു പ്ലേ ആണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ കോ റിട്ടൺ വർക്ക് വിത്ത് ദ കൊളാബറേറ്റീവ് വർക്ക് വിത്ത് ഇഷർവുഡ്. അതായത് ഇഷർവുഡ് എന്ന് പറയുന്ന മറ്റൊരു ലിറ്റററി ഫിഗറും ഈ ഒരു വർക്ക് എഴുതുന്നതിന് അദ്ദേഹം സഹായിച്ചിരുന്നു. അപ്പോൾ ദി റിയൽ ഓതേഴ്സ് ഓഫ് ദി വർക്ക് ഓർ ദി പ്ലേ ടൈറ്റിൽ ദ ഡോഗ് ബിനീത്ത് ദ സ്കിൻ ഇൻ 1935 ഈസ് ക്യാൻ ബി ഗിവൺ ടു ബോത്ത് ദ W.H. ഓഡൻ ആസ് വെൽ ആസ് ക്രിസ്റ്റഫർ ഇഷർവുഡ്. ആ കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. കൂടാതെ പിന്നീട് വന്നൊരു പ്ലേയും ഇതേപോലെ ഒരു കൊളാബറേറ്റീവ് വർക്ക് ഓഫ് ഇഷർവുഡും കൂടിയാണ്. ആ ഒരു പ്ലേയുടെ പേര് ഇപ്രകാരമാണ്: ദി അസെൻഡ് ഓഫ് F6. ദി അസെൻഡ് ഓഫ് F6 എന്ന് പറയുന്നത് മറ്റൊരു പ്ലേ ആണ്. അതും W.H. ഓഡനും ഇഷർവുഡും കൂടി ചേർന്ന് എഴുതിയ ഒരു പ്ലേ ആണെന്ന കാര്യം ആലോചിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും പഠിച്ചത് ഡാൻസ് ഓഫ് ഡെത്ത് എഴുതിയതും W.H. ഓഡനാണ്. ദി ഡോഗ് ബിനീത്ത് ദ സ്കിൻ എന്ന് പറയുന്നതും ദി അസെൻഡ് ഓഫ് F6 എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് വർക്കാണ്. അത് W.H. ഓഡൻ്റെ അതോടൊപ്പം തന്നെ ക്രിസ്റ്റഫർ ഇഷർവുഡും തമ്മിൽ ഒരു കൊളാബറേറ്റീവ് വർക്കാണെന്ന കാര്യം മനസ്സിലാക്കാം. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ഐഡന്റിഫൈ ദ ഓതർ ഓഫ് ദി വർക്ക് റിപ്പോസ്റ്റസ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഓതർ ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. റിപ്പോസ്റ്റസ് എന്ന് പറയുന്ന വർക്കിന്റെ ഓതർ. ഗിവൺ ഓപ്ഷൻസ് ആർ എസ്ര പൗണ്ട്, W.H. ഓഡൻ, ഫിലിപ്പ് ലാർക്കിൻ, ടെഡ് ഹ്യൂഗ്സ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എസ്ര പൗണ്ട് ആണ്. ഹി വാസ് എ മേജർ ഫിഗർ ഇൻ ദ ഏർലി മോഡേണിസ്റ്റ് പോയട്രി മൂവ്മെൻറ്റ്. അതായത് ആ ഒരു സമയത്ത് അതായത് മോഡേണിസ്റ്റ് പോയട്രി മൂവ്മെൻറ്റിൽ തന്നെ എടുത്തു പറയത്തക്ക ഒരു ലിറ്റററി ഫിഗർ തന്നെയാണ് എസ്ര പൗണ്ട്. ആൻഡ് ഹിസ് അതർ വർക്ക്സ് ഇൻക്ലൂഡ് ഹ്യൂ സെൽവിൻ മൊബേർലി, ഹിസ് എപ്പിക് പോയം ദി കാൻഡോസ് എന്ന് പറയുന്ന ഒരു എപ്പിക് പോയം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് എസ്ര പൗണ്ട് ആണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് റിപ്പോസ്റ്റസും. കൂടാതെ വേറൊന്ന് ഹ്യൂ സെൽവിൻ മോബേർലി എന്ന് പറയുന്ന വർക്കും. ആൻഡ് ഹീസ് മോറോവർ അസോസിയേറ്റഡ് വിത്ത് ദ മൂവ്മെൻറ്റ് കോൾഡ് ഇമേജിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല രചനകളും പിൽക്കാലത്ത് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇമേജിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഈ എസ്ര പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് ദി കാൻഡോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിക് പോയം, പിന്നെ ഹ്യൂ സെൽവിൻ മോബേർലി എന്ന് പറയുന്നൊരു വർക്കുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ ചോദ്യത്തിൽ തന്നതുപോലെ റിപ്പോസ്റ്റസ് എന്ന് പറയുന്ന ഒരു വർക്ക് കൂടി ഉണ്ടെന്ന കാര്യം ആലോചിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ റൈറ്റർ ഹു ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ മൂവ്മെൻറ്റ് പോയട്രി. ഇല്ലെങ്കിൽ മൂവ്മെൻറ്റ് പോയറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത എഴുത്തുകാരൻ ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഗിവൺ ഓപ്ഷൻസ് ആർ ഫിലിപ്പ് ലാർക്കിൻ, കിങ്സ്ലി ഏമിസ്, DJ എൻറൈറ്റ്, മാത്യു അർണോൾഡ്. ആരായിരിക്കും അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേഷൻ മെത്തേഡ്, അതായത് ഇന്ന ആൾ ഇതിൽ വരുന്നതല്ല, അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തും.
എന്തായാലും അതിൽ ഡയറക്റ്റ് അങ്ങനെ ഒരു എലിമിനേഷൻ മെത്തേഡിൻ്റെ പോലും ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അത്രത്തോളം ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. മാത്യു അർണോൾഡ് ഈ ഒരു മൂവ്മെൻറ്റ് പോയട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല, പകരം മൂവ്മെൻറ്റ് പോയറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നോട്ട് ചെയ്യാം. ഈ പറയപ്പെടുന്ന ആൾക്കാരും എഴുത്തുകാരുമാണ് അതിലെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് മനസ്സിലാക്കാം. പ്രധാനമായും ഫിലിപ്പ് ലാർക്കിൻ, കിങ്സ്ലി ഏമിസ്, ഡൊണാൾഡ് ഡേവിസ്, DJ എൻറൈറ്റ്, ജോൺ വെയിൻ, എലിസബത്ത് ജെന്നിങ്സ്, ടോം ഗൺ ആൻഡ് റോബർട്ട് കോൺക്വസ്റ്റ്. ഇത്രയും പേര് ഉൾപ്പെടുന്നതാണ് മൂവ്മെൻറ്റ് പോയറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ ഒരു ടേം മൂവ്മെൻറ്റ് പോയറ്റ് എന്ന് പറയുന്ന ടേം ആദ്യമായി കോയിൻ ചെയ്യുന്ന വ്യക്തി JD സ്കോട്ട് ആണ് ഇൻ ദ ഇയർ 1954. 1954 JD സ്കോട്ട് ഈ ഒരു ടേം മൂവ്മെൻറ്റ് പോയറ്റ് ഇല്ലെങ്കിൽ മൂവ്മെൻറ്റ് പോയട്രി എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, JD സ്കോട്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, മൂവ്മെൻറ്റ് പോയറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പ് ലാർക്കിൻ, കിങ്സ്ലി ഏമിസ്, ഡൊണാൾഡ് ഡേവിസ്, DJ എൻറൈറ്റ്, ജോൺ വെയിൻ, എലിസബത്ത് ജെന്നിങ്സ്, ടോം ഗൺ ആൻഡ് റോബർട്ട് കോൺക്വസ്റ്റ്. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ റൈറ്റർ ഹു ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് പിങ്ക് പോയട്രി. ഇത് ഈ പറഞ്ഞ മൂവ്മെൻറ്റ് പോയറ്റ് ആയിക്കോട്ടെ, പിങ്ക് പോയറ്റ്സ് ഇല്ലെങ്കിൽ പിങ്ക് പോയട്രി എന്ന പേരിലും ഇല്ലെങ്കിൽ മറ്റൊരു പേരെന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ടാസ്ക് എന്ന രീതിയിലായിക്കോട്ടെ. ഈ ഒരു പിങ്ക് പോയട്രി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് പറ്റും. കാരണം നിങ്ങൾ എത്രത്തോളം വായിക്കുന്നുണ്ട്, ഇത് വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കൂടി നമുക്കൊരു ചെറിയൊരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് കൂടിയാണെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു പിങ്ക് പോയട്രി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൽ വരാത്ത വ്യക്തി ആരെന്നാണ്, ആ ഒരു ഗ്രൂപ്പിലേക്ക് ബിലോങ് ചെയ്യാത്ത എഴുത്തുകാരൻ ആരെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് ആർ സ്റ്റീഫൻ സ്പെൻഡർ, ലൂയിസ് മക്നീസ്, സിസിൽ ഡേ ലൂയിസ് ആൻഡ് ഫിലിപ്പ് ലാർക്കിൻ. ആരായിരിക്കും? ഓഫ് കോഴ്സ് ദ ആൻസർ വിൽ ബി ഫിലിപ്പ് ലാർക്കിൻ. ഫിലിപ്പ് ലാർക്കിൻ ഈ പറയുന്ന പിങ്ക് പോയറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വ്യക്തിയല്ല. പകരം ഇതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഈ സ്റ്റീഫൻ സ്പെൻഡർ ഉണ്ട്, ലൂയിസ് മക്നീസ് ഉണ്ട്, സിസിൽ ഡേ ലൂയിസ് ഉണ്ട്. കൂടാതെ പിന്നെ വരുന്നതാണ് WH ഓഡൻ, ക്രിസ്റ്റഫർ ഇഷർവുഡ്, റെക്സ് വാർണർ ആൻഡ് എഡ്വേർഡ് അപ്വേർഡ് എന്ന് പറയുന്ന വ്യക്തി. ഇത്രയും പേരാണ് ഈ പറഞ്ഞ പിങ്ക് പോയറ്റ്സിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് പിങ്ക് പോയട്രി ഇല്ലെ പിങ്ക് പോയറ്റ്സ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ പാർട്ട് നമുക്ക് നോക്കാം. ടു ഹും ഡിഡ് T.S. Eliot ഡെലിക്കേറ്റ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. അതൊരു ചെറിയൊരു ടൈപ്പിംഗ് എററാണ്. ഡെഡിക്കേറ്റ് ഹിസ് വർക്ക് ടൈറ്റിൽ ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന T.S. Eliotന്റെ വർക്ക് ആർക്കായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് എസ്ര പൗണ്ട്, റുഡ്യാർഡ് കിപ്ലിംഗ്, ബെർണാഡ് ഷോ, ജോൺ റസ്കിൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ എസ്ര പൗണ്ട് ആണ്. അതായത് വേസ്റ്റ് ലാൻഡ് പബ്ലിഷ് ചെയ്ത വർഷം നമ്മൾ ആലോചിക്കണം. 1922 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്ത്. ഇറ്റ് മെയിൻലി കണ്ടെയ്ൻഡ് ലൈൻസ് ഓഫ് 434 lines are there in the poem Wasteland. And it was first appeared in Eliot's own journal titled The Criterion. അതായത് ദി ക്രൈറ്റീരിയൻ എന്ന് പറയുന്ന ജേർണലിലാണ് ആദ്യമായിട്ട് UK ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വേസ്റ്റ് ലാൻഡിലെ പ്രധാനപ്പെട്ട വരികൾ നമുക്ക് ചിലപ്പോൾ ആ രീതിയിൽ ഇതേത് പോയം ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ന രീതിയിൽ ചോദിക്കാം. ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു ലൈൻ ഇതിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ലൈനാണ് ഇപ്രകാരം: ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ് ഫുൾ ഓഫ് ഡസ്റ്റ് എന്ന് പറയുന്ന ലൈൻ ഈ ഒരു വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ പോയത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ആസ് ഫാർ ആസ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് പെർട്ടിക്കുലർ വർക്ക് വേസ്റ്റ് ലാൻഡ് ഈസ് കൺസിഡേർഡ് there are mainly 5 sections are there. ഏതൊക്കെയാണ് ആ 5 sections എന്ന് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ ഈസ് നെയിംഡ് ആസ് ദ ബറിയൽ ഓഫ് ദ ഡെഡ്, എ ഗെയിം ഓഫ് ചെസ് as the second part, the fire sermon as the third stanza or the third part, and the fourth one death by water, and the final the fifth part is called as what the thunder said. സോ പ്രധാനമായും വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ പോയം 5 സ്ട്രക്ചർ വൈസ് ഒരു 5 പാർട്ടുകളായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു 5 പാർട്ടുകളുടെ ഒരു കൊളാബറേറ്റീവ് വർക്ക് അല്ലെങ്കിൽ ഒരു കോൺഗ്ലോമറേറ്റീവ് വർക്കായിട്ടാണ് വേസ്റ്റ് ലാൻഡ് കണക്കാക്കപ്പെടുന്നത്. ആ 5 പാർട്ടുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയാം: ദി ബറിയൽ ഓഫ് ദി ഡെഡ്, എ ഗെയിം ഓഫ് ചെസ്, ദി ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ ആൻഡ് വാട്ട് ദ തണ്ടർ സെഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ സീസൺ 2 തന്നെ പാർട്ടുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു.
അതുമായി ബന്ധപ്പെട്ട് നൽകുന്നതായ അഡീഷണൽ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സീസൺ 1 നൽകിയിരിക്കുന്ന പാർട്ട് 1 to പാർട്ട് 16 ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുള്ള പ്ലേലിസ്റ്റിൽ നമ്മുടെ ലിറ്റ്യൂർ അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണം, അതായത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ളൊരു ഹെൽപ്പ് എന്ന രീതിയിൽ ലഭിക്കണമെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കൂടാതെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്യൂർ അക്കാഡമി. താങ്ക് യു ഓൾ.